എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ചോദിക്കാനും പറയാനൊന്നുമില്ല, ഒറ്റ തുറക്കല്. ചോദിച്ചിട്ടും വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഞാൻ എടുത്തോളാനേ പറയുള്ളൂ. താല്പര്യം തീർച്ചയായിട്ടും ഐശ്വര്യമായിട്ട് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് ചെറുക്കന്. ഐശ്വര്യമായിട്ട് തുടങ്ങണമെന്നല്ല, അവൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ജയിക്കും എനിക്കറിയാം. അല്ല, മത്സരത്തിന്റെ ആ വൈബിലുള്ള കാര്യം പറയുന്നത്. മത്സരമല്ല, എന്നിട്ടും കണ്ടല്ലേ കടുത്ത സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. അത് അല്ലെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ തീർച്ചയായും ഞാൻ പറയേണ്ട സാധനം ഒഴിവാക്കിയിട്ട് പറഞ്ഞതാണ്. അതെനിക്ക് മനസ്സിലായി, അവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ, കിഷ്കിന്ദ കാണ്ഡം. ആസിഫ് അലി നായകനായ സിനിമയാണ്. സംഭവബഹുലമായിട്ടാണ് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. സിനിമ മിക്കവാറും 50 കോടിയിലേക്ക് കയറും. ആസിഫ് അലിന്റെ ആദ്യത്തെ 50 കോടി എത്താൻ ചാൻസ്. അതെ, ആദ്യത്തെ 30 കോടി, ആദ്യത്തെ 40 കോടി, 50 കോടിയൊക്കെ ആവും. എന്തായാലും സിനിമ തിയേറ്ററിൽ വമ്പൻ ഹിറ്റാണ്. ഇപ്പോൾ സാറ്റലൈറ്റ് റൈറ്റ്സ്, ഡിജിറ്റൽ റൈറ്റ്സ് ഇത് ഏഷ്യനെറ്റ്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. 12 കോടിക്കാണ് ഇതിൻ്റെ ബിസിനസ് നടന്നതെന്നുള്ളതും കേൾക്കുന്നുണ്ട്. രണ്ടും കൂടി കൊള്ളാം, വമ്പൻ തൂക്ക് വെട്ടി എറിഞ്ഞു. അതാണ് നല്ല പടങ്ങളാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. അതത്രേ ഉള്ളൂ. ബോഗെയിൻവില്ല സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് നമ്മുടെ സോണി മ്യൂസിക് സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷമായല്ലോ. സന്തോഷം. കോപ്പിറൈറ്റ് അതാ ഇനി സോങ് വരുമ്പോഴേ വിളി ഉണ്ടാവില്ല. സോങ്ങും നോക്കണ്ട, ട്രെയിലർ നോക്കണ്ട. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിന്റെ ഒക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ വരുന്നതിന് മുന്നേ വിളി വരും, ഇന്ന ടൈമിൽ വരും കിട്ടും എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ അത് നോക്കണ്ടല്ലോ. എന്റെ കോളോ? ആ, നിന്റെ കോളേ ഇന്ന ടൈമില് വീഡിയോ ചെയ്യാണ്ട് ഇത് ഉത്തരവാദിത്തം ആർക്കുള്ളത് അതല്ലെങ്കിൽ അത്ര തന്നെ ഉള്ളൂ. ഇത് ഓനെ പറഞ്ഞു വിളിച്ചു വരുത്തേണ്ട അവസ്ഥയാണ്. അതേ ഞാൻ പറഞ്ഞേ, ഇത് നീ വിളിച്ചു വരുത്തുന്നത് നല്ലതെന്നല്ല പറഞ്ഞത്. ഈ സിനിമ ഈ സോണി മ്യൂസിക് എടുത്തത് കൊണ്ടുള്ള കുറ്റമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? വിളി വരില്ല. ഓക്കെ, അടുത്ത കിഴി വീർ സാറ. എവർഗ്രീൻ ക്ലാസിക് മൂവിയാണ്. ഒരു ഹാർഡ് കോർ ലവ് സ്റ്റോറി. എൻ്റെ ഫേവറേറ്റ് സിനിമ കേട്ടോ. എൻ്റെ ലിസ്റ്റിൽ അത് കണ്ട ആൾക്കാർക്കൊക്കെ അതൊരു ഫേവറേറ്റ് ആണ്. ഓക്കെ, എന്തായാലും വീർസാറ സിനിമ റീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 13. 282 സ്ക്രീനിലായിരുന്നു ഇന്ത്യയിൽ മൊത്തം ഇത് വന്നത്. സിനിമ 2 കോടി ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതായത് 20 വർഷത്തിന് ശേഷം സിനിമ 100 കോടി ക്ലബിലേക്ക് കയറി. 98 കോടിയായിരുന്നു ആദ്യം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കോടിന്റെ കുറവുണ്ടായിരുന്നു. അത് 20 വർഷം എടുത്തു. 20 വർഷം കൊണ്ടാണ് 2 കോടിയായത്. ഭയങ്കര സംഭവം. പിന്നെ ഇപ്പോഴൊക്കെ ആ സിനിമ വരുന്നെങ്കില് വേറെ ലെവലായി. ഷാരൂഖ് ഖാന്റെ കളക്ഷന്റെ റെക്കോർഡ് നോക്കുമ്പോളേ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഉറപ്പല്ലേ. അടുത്തത് ഒരു കട്ടിൽ ഒരു മുറി. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഒക്ടോബർ 4. പൂർണിമ ഇന്ദ്രജിത്തും ഹക്കീം ഷാജഹാനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഓക്കെ, അടുത്ത കിഴി സരിപ്പോത ശനിവാരം. എല്ലാ ലാംഗ്വേജസും റിലീസിനെത്തുന്നുണ്ട്, അതായത് OTT. ഞാൻ വിചാരിച്ചു നീ എടുത്ത കിഴികൾ എല്ലാ ലാംഗ്വേജും വന്നു എന്നായിരിക്കും നീ പറഞ്ഞത്. അതായത് ആദ്യം മലയാളം എടുത്തു, ഹിന്ദി എടുത്തു, ഇപ്പൊ തെലുങ്ക് വന്നു, ഇനിയിപ്പോ അടുത്ത തമിഴ് സ്വാഭാവികമായിട്ട് വരും. എന്തായാലും വരും. അപ്പൊ അതും കൂടി അപ്പൊ അങ്ങനത്തെ ഒരു ഇതായിരിക്കും പറഞ്ഞതെന്ന് വിചാരിച്ചത്. ഇതല്ല, നാനി നായകനായ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നല്ല അഭിപ്രായം നേടിയ സിനിമയാണ്. തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇത് OTTയിൽ വരുന്നുണ്ട് സെപ്റ്റംബർ 26 നെറ്റ്ഫ്ലിക്സിൽ. ഓക്കെ, അത് പാൻ ഇന്ത്യൻ ആയിട്ടാണ് ഈ സിനിമ വന്നത്. അപ്പോൾ എല്ലാ ലാംഗ്വേജസും അന്ന് തന്നെയാണ് കേട്ടോ. അടുത്തത് ദേവര സിനിമയുടെ കേരള റിലീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് വേഫെയർ ഫിലിംസ് ആണ് കേട്ടോ. വമ്പൻ നഷ്ടമായിരിക്കുമല്ലോ സിനിമ. എന്താവോ വേറൊരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റൺ ടൈം പറയുന്നത് 2 മണിക്കൂറും 50 മിനിറ്റും, അതായത് 3 മണിക്കൂറിനടുത്ത്. അപ്പോൾ സാധാരണ കേരളത്തിൽ അതായത് ഒരു അന്യഭാഷാ സിനിമ ഇത്രയും ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല തിയേറ്റർ. അതൊരു സത്യം. അതിപ്പം വിജയിന്റെ സിനിമയാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് അറിയാവുന്നതാണ് ഗോട്ടിന്റെ ഒക്കെ അവസ്ഥ. അതാണ് അത് ഈ ഷോസ് ഈ കാര്യങ്ങളിങ്ങനെ ക്രമീകരിക്കുന്ന കാര്യത്തിലേ, ഷോസിൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര ഇഷ്യൂ വരുന്നുണ്ട് 3 മണിക്കൂറിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ.
അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്. ഷോന്റെ ടൈം തന്നെ ഒരുപാട് മാറുകയെ. അതേ മാറും. 5ഉം 6ഉം ഷോ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഒന്നൊക്കെ ഷോർട്ടായി മാറുകയെന്ന് ഒരു ഷോ അങ്ങ് പോകും. അതെ, എന്തായാലും നല്ല അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതൊരു സത്യം. നല്ല അഭിപ്രായം വരുമെന്നുള്ളതൊരു സാധ്യത ഇതുവരെ വന്നതൊക്കെ വെച്ച് വലിയ അഭിപ്രായം ഒന്നും വരാൻ ചാൻസ് ഇല്ല. വളരെ വളരെ സാധ്യത കുറവുണ്ട്. അതെ. ഓക്കെ, അടുത്തത് പുഷ്പ 2 സിനിമയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേവിഡ് വാർണർ സിനിമയിൽ ഡോണായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. മെൽബണിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റിൽസും കൂടി വന്നിട്ടുണ്ട്. ഇതേ ഓസ്ട്രേലിയയിലെ മെൽബൺ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ക്രിക്കറ്റിലേക്ക് പോകും. അതെ, പഴയ സച്ചിൻ്റെ ഒക്കെ കളിയിലേക്ക് പോകും. ഇപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറില്ലെങ്കിൽ പോലും മെൽബൺ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മഗ്രാത്ത്, ഷെയ്ൻ ബോൾ, കാലഘട്ടം കഴിഞ്ഞപ്പോഴേ ക്രിക്കറ്റിനോടുള്ള താല്പര്യം പോയില്ലേ. അതൊരു സത്യം. സച്ചിനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പന്തടിച്ചുകൊണ്ടിരുന്ന അടിയൊക്കെ അതിങ്ങനെ ആലോചിച്ച് പോകും മെൽബൺ എന്ന് പറയുമ്പോൾ. ഇപ്പൊ നമ്മള് വികാരം കൊണ്ടല്ല ക്രിക്കറ്റ് കാണുന്നത്, ജസ്റ്റ് കാണുന്നു, റിസൾട്ട് അറിയുന്നത്രേ ഉള്ളൂ. അല്ലാണ്ട് തോറ്റു ജയിച്ചു അല്ല. അതും കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ ഇരുന്ന് കാണുള്ളൂ. അത് ഫൈനൽ ടൈമിൽ, അതായത് അങ്ങനത്തെ സമയങ്ങൾ മാത്രമേ കാണാറുള്ളൂ. മറ്റതൊക്കെ എന്താ, ഒരു കപ്പിന്റെ കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും തുടങ്ങുന്നതിന് മുൻപ് ഒരാഴ്ച മുമ്പ് നമുക്ക് ടെൻഷൻ തുടങ്ങും. എന്നിട്ട് കാത്തിരിപ്പാ. എന്നിട്ട് നമ്മുടെ അവിടെ ഒന്നും ടി വി ഒന്നും ഇല്ലാതെ നമ്മൾ ദൂരത്തേക്ക് നടന്നു പോകും. എന്നിട്ട് ജനലിൽ തൂങ്ങി പിടിച്ച് കാണുക. അതും അവിടെ അവര് തന്നെ കുടുങ്ങിപ്പോ അട്ടിപ്പേറ് കിടക്കാന്ന് പറഞ്ഞ പോലെ. ഇത് രാവിലെ തുടങ്ങിയ രാത്രിയല്ലേ തീരുള്ളൂ. ടെസ്റ്റ് ആണെങ്കിൽ തീർന്ന്. രാവിലെ മുതൽ ഇവർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുമോ, ഒരു ചായ കുടിക്കാൻ പറ്റുമോ? കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും തരണല്ലോ. അവിടെ ഇരിക്കുകയല്ലേ 8-10 നിരന്ന്. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു കാലം അതൊരു 1.5 ടൈമായിരുന്നു. അതാണ് ക്രിക്കറ്റിന്റെ കാലഘട്ടം. അന്നത്തെ മറ്റേ കപ്പുകളൊക്കെ, കൊക്കക്കോള കപ്പ്, പെപ്സി കപ്പ്, വിൽസിന്റെ എന്തൊക്കെ സംഭവം, ഇങ്ങനത്തെ എല്ലാം 3 ദിവസം 4 ദിവസത്തെ കളികളൊക്കെയാണ്. ത്രിരാഷ്ട്ര കപ്പൊക്കെ 3 രാജ്യങ്ങളും 4 രാജ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്തൊരു രസമാണ് അത് കാണാൻ. സൂപ്പറായിരുന്നു. സ്വപ്നങ്ങൾ. അടുത്തത് തഗ് ലൈഫ് സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കമൽഹാസനും സിംബു, അത് തന്നെ ആളും ദുൽഖർ അഭിനയിക്കേണ്ട റോളായിരുന്നു അല്ലേ. എന്തായാലും മണിരത്നമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇനി കമൽഹാസൻ്റെതായിട്ട് നമുക്ക് പ്രതീക്ഷയുള്ള സിനിമ അതാണ് തഗ് ലൈഫ്. ഓക്കെ, അടുത്ത കിഴി ബാരോസ് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചെന്നൈയിൽ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു 2 സ്റ്റിൽസ് വന്നിട്ടുണ്ട്. ലാലേട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അതെ, പിന്നെ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നിടത്ത് ലാലേട്ടൻ വേണ്ടേ? അല്ല, എല്ലായിടത്തും ഉണ്ടാവില്ല. എല്ലായിടത്തും സംവിധാനം വരില്ല, അസോസിയേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ലാലേട്ടൻ അങ്ങനെയല്ല, ചെയ്യേണ്ട കാര്യം ആള് തന്നെ ചെയ്തിരിക്കും. സന്തോഷമായില്ലേ? കിട്ടി, തന്നിരിക്കും. ഇഡ്ഡലി കട 2 ഇഡ്ഡലി സാമ്പാറും കഴിച്ചിട്ട് വന്നാലോ? അല്ല, ഇഡ്ഡലി കട മാത്രമേ ഉള്ളൂ. ഇഡ്ഡലി കടയില്ലേ, സാമ്പാറൊന്നും കിട്ടൂല അവിടെ. ഒള്ളി ഇഡ്ഡലി, ചൂടുവെള്ളം പാർന്ന് കുടിക്ക് തിന്ന ഇഡ്ഡലിയില്. ഇനി വേണമെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാരയും പാലും തരും അപ്പുറത്ത് മുക്കി കഴിക്കാൻ. എന്താണെങ്കിൽ സിനിമയുടെ ഷൂട്ട് നൈസായിട്ട് തുടങ്ങിയിട്ടുണ്ട് തേനിയില്. ആരും വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോഴാണ് സംഭവം പുറത്തു വരുന്നത്. ഓൾറെഡി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കൊള്ളാം. അടുത്ത കിഴി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ഗോട്ട സിനിമയുടെ OTT റിലീസ് ഡേറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഒക്ടോബർ 2nd വീക്കിൽ സിനിമ OTT വരും എന്നുള്ളതാണ് കേൾക്കുന്നത്, നെറ്റ്ഫ്ലിക്സിൽ. ഓക്കെ, ഇത് അതായത് നോൺ കട്ട് സാധനമായിരിക്കും കേട്ടോ. 3 മണിക്കൂർ 40 മിനിറ്റ്. അല്ല, OTT വരുമ്പോൾ കുറച്ച് ദിവസം കാണണമെന്നുണ്ടായിരുന്നു. അതും ഇപ്പോൾ പോയി. 3 മണിക്കൂർ 40 മിനിറ്റ്. പിന്നെ സ്കിപ്പ് ചെയ്തിരുന്ന് കാണാം. അതാണ് പിന്നെ ആകെയുള്ളൊരു സമാധാനം. അടുത്തത് ഒരു മലങ്കൾട്ട് സാധനമൊന്നല്ല. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് പറ്റാത്തതുകൊണ്ട് അടിച്ചുവിട്ട് കാണാൻ പറ്റുമല്ലോ, അതാ പറഞ്ഞത്. അത് വലിയൊരു ആശ്വാസമാവും. പിന്നെ ഭാഗ്യമാണ്. അടുത്തത് 2 ഉണ്ട്. കൂലി, വേട്ടയ്യൻ. ശരി, സംഭവം 2 സിനിമയെ കുറിച്ചും അനിരുദ്ധ് പറഞ്ഞ 2 കാര്യങ്ങളാണ്. കൂലി ഒരു സംഭവമാണെന്നാണ് അനിരുദ്ധ് പറഞ്ഞിട്ടുള്ളത്. അത് സംഭവമാണെന്ന് നമുക്കും അറിയാം. ലോകേഷാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സംഭവമായിരിക്കും, അങ്ങനെ പറയാം. അടുത്തത് വേട്ടയ്യൻ ഒരിക്കലും ജയിലർ പോലെ അല്ല, മറ്റൊരു സിനിമ തന്നെയാണെന്നാണ് പറയുന്നത്. തികച്ചും വ്യത്യസ്തമായ സാധനമാണ്. നമുക്കും അറിയാം ജയിലർ പോലെ ആയിരിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ
മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ ജയിലർ പോലെ മ്യൂസിക്കോ തോന്നും. ലുക്കോ ലുക്ക് എല്ലാത്തിലും ജയിലർ പോലെ തോന്നും. ക്യാരക്ടറോ അതൊക്കെ തോന്നുന്നുണ്ട്. ആ പോലീസ് ഡ്രസ്സിൽ വരുന്ന സമയത്തൊക്കെ ജയിലറിലെ ഒരു തോന്നുന്നുണ്ട്. എന്തിന് നമ്മുടെ സാബുമോനെ കറക്റ്റ് നമ്മുടെ ആ വിനായകന്റെ റോളുമായിട്ട് കറക്റ്റ് സാമ്യം തോന്നുന്നുണ്ട്. എന്തായാലും ഇത് നമുക്ക് മാത്രമല്ല ഈ ഒരു അഭിപ്രായം പുറത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ ഈ മറുപടി ആയിട്ട് ആശാൻ വന്നിട്ടുള്ളത്. അതെ, അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഇത് ജയിലർ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് എത്ര പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണേ. ഓക്കെ, അടുത്ത കിഴി മാർക്കോ ആ ഗെറ്റ് സെറ്റ് ബേബ്. രണ്ടും ഉണ്ട് കേട്ടോ. ശരി, ഗെറ്റ് സെറ്റ് ബേബിയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ ഉണ്ണി മുകുന്ദൻ. അപ്പോൾ മാർക്കോ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ആണെന്ന് വരുന്നത് 5 മണിക്ക്. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. ഇതേ ഓക്കെ, നമ്മളിന്ന് ടീസറായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. നമ്മളെ സെക്കൻഡ് ലുക്ക് തന്ന് ഇരുത്തി കളഞ്ഞു. ടീസർ വരാനുണ്ടാവും. ടീസറും ട്രെയിലറും ഒക്കെ വരും, സമയമെടുത്ത് വരും. പക്ഷെ ഇന്ന് നിങ്ങൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം എന്നാണ്. ഫസ്റ്റ് ലുക്ക് വേറെ ലെവലായിരുന്നു കേട്ടോ. അത് വേറെ ലെവലായിരുന്നു, എടുത്ത് പറയണല്ലോ. പിന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ ലുക്ക് കുഴപ്പമില്ല, രസമുണ്ട്, സിമ്പിൾ. ഓക്കെ, 2 വ്യത്യസ്തമായ സിനിമകളാണ് വരുന്നത്. ഗെറ്റ് സെറ്റ് ബേബി രസമുള്ള സാധനമാണ്. അടുത്തത് ആളൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണ്. ഓക്കെ, കൊള്ളാം. അടുത്തത് ബിഗ് എംസ്. ലാലേട്ടനും മമ്മൂക്കയും ഒരു കിഡിലം പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. ഫാൻമെയ്ഡാണ്. പ്രജിൻ ഡിസൈൻസ് ആണ് സാധനം ഉണ്ടാക്കിയിട്ടുള്ള ഗംഭീര പോസ്റ്റർ കേട്ടോ. അതായത് ആശീർവാദ് മമ്മൂട്ടി കമ്പനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമ വരുന്നുണ്ട്. അതായത് മഹേഷ് നാരായണൻ മൂവി അല്ലാതൊരു മൂവി അല്ലേ? അതല്ലാതെ ഇത് ആദ്യം കേട്ടിരുന്നത് ഇത് തന്നെയാണ് എന്നുള്ളതാണെന്നു. പക്ഷേ പിന്നീട് അത് മാറിയിട്ട് ഇത് രണ്ട് സിനിമകളായിട്ടാണെന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പോസ്റ്ററാണ് ആൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ പേരിട്ട് കൊടുത്താൽ മതില്ലേ? ഗംഭീര പേരായിരിക്കും. എന്നിട്ട് ആ എം വലുതാക്കിയിട്ട്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു പോസ്റ്റർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒറിജിനലായിട്ട് സിനിമ വരും, എത്തിക്കും. ഈ സിനിമ മേ ബി സംവിധാനം ചെയ്യുന്നത് വൈശാഖായിരിക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വൈശാഖാണെങ്കിൽ വേറെ ലെവലും ആയിരിക്കും. മാസമായിട്ട് അവതരിപ്പിക്കണേ, പൊളിയായിരിക്കും. എന്താണെങ്കിലും വരട്ടെ. കിഴി എപ്പിസോഡുകൾ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.